നാമനിർദ്ദേശ പത്രിക ഇതുവരെ സമർപ്പിച്ചിരിക്കുന്നത് 16 ആളുകളാണ് ഈ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ രംഗത്തുള്ളത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ PV അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, മത്സരിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തന്നെ താൻ മത്സരരംഗത്ത് നിന്ന് മാറുന്നു, ആഗ്രഹമുണ്ട് പക്ഷേ ആസ്തിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള കണക്ക് പ്രകാരം 52 കോടിയുടെ ആസ്തിയാണ് ഉള്ളത്. 52,21,32,499 രൂപയുടെ ആകെ ആസ്തിയുണ്ട് എന്നുള്ളതാണ് അതിൽ കണ്ടിട്ടുള്ളത്. അതിൽ 18 കോടിയുടെ സ്വർണവും മറ്റ് കയ്യിലുള്ള പണമൊക്കെ ആയിട്ട് 18 കോടിയോളം വരുന്നുണ്ട്. 20 കോടിയുടെ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൽ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കൈവശം ഉള്ളത് 25,000 രൂപയാണ് എന്നുള്ളതും അതിലെടുത്ത് പറയുന്നു. ഇവർക്ക് ക്രിമിനൽ കേസുകളുണ്ട്. 13,99,884 രൂപയാണ് എം സ്വരാജിന് ആകെയുള്ള ആസ്തി എന്ന് പറയുന്നത്. 62 ലക്ഷം രൂപയുടെ ഈ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് വസ്തുക്കളും ഒക്കെ ആയിട്ടുള്ളൊരു തുകയിൽ കാണിക്കുന്നുണ്ട്. 9 ലക്ഷം രൂപയുടെ ബാധ്യത എന്നും പറയുന്നു. ഒപ്പം തന്നെ ഇന്നലെയായിരുന്നു ഈ ആര്യാടൻ ഷൗക്കത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതിലും ഈ പറഞ്ഞ 8 കോടി രൂപ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 800 ഗ്രാം സ്വർണം കൈവശമുണ്ട്. 72 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത ഈ പണമിടപാട് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ടുള്ള ബാധ്യതയും ഉണ്ടെന്നുള്ളതാണ്.